സാന്ത്വനം സീരിയൽ അങ്ങനെ പുതിയ പ്രമോല് കണ്ടതുപോലെ ഇനി സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കഥ പോവുകയാണ്. ഇനിയിപ്പോൾ കുറേ എപ്പിസോഡ്സ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും കേട്ടോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇപ്പൊ ഇന്നത്തെ എപ്പിസോഡിൽ ആനന്ദ് ആകാശിനോടും ആര്യനോടും പറയാണ്, ദേവിയുടെ കാര്യത്തിൽ ഇനി ഒന്നും സംസാരിക്കാനില്ല, ഞാൻ അവൾക്ക് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, ഇന്നോ നാളെയോ അത് അവരുടെ കയ്യിൽ കിട്ടും, ഞങ്ങളുടെ ബന്ധം അതോടുകൂടി കഴിഞ്ഞു, അത്രയേ ഉള്ളൂ, അതുകൊണ്ട് ഇനി ആ വിഷയത്തെക്കുറിച്ച് ആരും സംസാരിക്കണ്ട എന്നൊക്കെ ആനന്ദ് പറയാണ് കേട്ടോ. ദേവിയടുത്തയുടെ വീട്ടിൽ പോയി പ്രശ്നം പരിഹരിച്ചൂടെ എന്നൊക്കെ ആര്യൻ ആനന്ദിനോട് സംസാരിക്കുമ്പോഴാണ് ആനന്ദ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അത് കേട്ട ഞെട്ടലിൽ നിൽക്കുകയാണ് നമ്മുടെ ആകാശും ആര്യനും ഒക്കെ. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആനന്ദ് ഗോമതി സ്റ്റോറിൽ വെച്ച് ബാലനോടും ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഈ അടുത്ത എപ്പിസോഡിൽ അതിനുള്ളിൽ ഇവിടെ ദേവിക്ക് ഡിവോഴ്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. അങ്ങനെ ദേവി ഡിവോഴ്സ് നോട്ടീസ് ഒപ്പിട്ട് വാങ്ങിയ ശേഷം അത് ഡിവോഴ്സ് നോട്ടീസ് ആണെന്ന് അറിയുമ്പോൾ ആകെ തളർന്നു പോവാണ്. അങ്ങനെ അമ്മയോട് കുറേ പറഞ്ഞ് ചൂടാവുന്നുണ്ട്. എൻ്റെ ജീവിതം ഇന്ന് ഇങ്ങനെ ആയത് എന്നെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയും എൻ്റെ അനിയത്തിയുടെ ജീവിതം ദാരിദ്ര്യം എന്നൊക്കെ പറഞ്ഞ് ഓരോ സമയത്ത് ഓരോന്ന് പറഞ്ഞ് എൻ്റെ മനസ്സ് മാറ്റിയിട്ട് എന്നെ കൊണ്ട് ഇത്രയൊക്കെ ചെയ്യിപ്പിച്ച് അവസാനം എൻ്റെ ജീവിതം എവിടെ എത്തി നിൽക്കുന്നു എന്ന് കണ്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിച്ച് സംസാരിക്കാൻ കേട്ടോ ദേവി. അപ്പോഴും ശ്രീകല ഇങ്ങനെ ദേവിയെ സമാധാനിപ്പിക്കുകയാണ്. ഒന്നും ഉണ്ടാവില്ല, ഇനി എന്ത് വേണമെന്ന് ഈ അമ്മയ്ക്ക് അറിയാം, ഈ ശ്രീകലയ്ക്ക് അറിയാം. ആ ആനന്ദ് ഉണ്ടല്ലോ, അവൻ മാത്രമല്ല അവരുടെ കുടുംബം മുഴുവൻ ഇനി നക്ഷത്രം എണ്ണാൻ പോകുന്നതേ ഉള്ളൂ. ഈ ശ്രീകല ആരാണെന്ന് അവരറിയാൻ പോകുന്നതേ ഉള്ളൂ. അവരെ കൊണ്ട് ഞാൻ ഇക്ഷ ഇന്ന ഒക്കെ വരപ്പിക്കും എന്നൊക്കെ പറഞ്ഞിങ്ങനെ വല്ലാത്ത വർത്തമാനങ്ങളൊക്കെ പറയണം. അങ്ങനെ മിണ്ടിപ്പോകരുത്, അമ്മയുടെ വാക്ക് കേട്ടത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ ഇതുവരെ എത്തിയത്, ഇനി ഞാൻ നിങ്ങൾ പറയുന്ന ഒന്നും കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആനന്ദേട്ടനോട് ഞാൻ തന്നെ സംസാരിക്കും, ഇപ്പം തന്നെ സംസാരിക്കും എന്നൊക്കെ പറഞ്ഞ് ദേവി അവിടെ നിന്ന് ഇറങ്ങി പോകാനൊക്കെ നിൽക്കുമ്പോൾ ശ്രീകല തടയാണ് കേട്ടോ. ഇനി നീ എങ്ങോട്ട് പോകരുത്, ആരുടെയും കാല് പിടിക്കരുത്, എവിടെയും പോയി കരയരുത്, ഇതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ശ്രീകല എന്തായാലും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഈ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാനായിട്ട്. അങ്ങനെ ആനന്ദ് ഗോമതി സ്റ്റോറിൽ വെച്ച് ബാലനോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്ന അതേസമയം വീട്ടിൽ ഗോമതിയും മറ്റുള്ളവരൊക്കെ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ട് കേട്ടോ. ആനന്ദ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചു കഴിഞ്ഞു, അത് ദേവിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ ഗോമതിയൊക്കെ പറയാണ്, അവന്റെ ജീവിതമല്ലേ, അവന്റെ ഇഷ്ടത്തിന് അവൻ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ, ഇനി അവന്റെ കാര്യത്തിൽ ഞാനോ ബാലേട്ടനോ തീരുമാനം എടുക്കുന്നത് ശരിയാവും എനിക്ക് തോന്നുന്നില്ല, അവൻ ഇഷ്ടമുള്ളത് അവൻ ചെയ്യട്ടെ, ഇനി ഞങ്ങൾ ആരും ഒന്നും പറയാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ഗോമതി പറയുന്നത് കേട്ടോ. പക്ഷെ മീനുവിനും ഇത്രയ്ക്കൊന്നും ഇതൊന്നും തീരെ താല്പര്യമില്ല. അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കി വിടാൻ മാത്രമുള്ള തെറ്റൊക്കെ ദേവി എടുത്ത് ചെയ്തോ എന്നതാണ് ഇവരുടെ ചിന്ത. ശരിക്കും ഇതല്പം ഓവറായിട്ടാണ് തോന്നുന്നത്, 4 കള്ളം പറഞ്ഞതിന്റെ പേരിൽ ഡിവോഴ്സ് ചെയ്യുന്നതൊക്കെ. പക്ഷെ ഈ കഥയിലാണ് നമുക്ക് ഇങ്ങനെ തോന്നുന്നത് കേട്ടോ. ഇതിന്റെ തമിഴ് വേർഷൻ ഒറിജിനൽ കഥയിൽ നോക്കുമ്പോൾ ഇങ്ങനെയൊന്നും നമുക്ക് തോന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ ദേവി അത്രമാത്രം ഉപദ്രവിക്കുന്നുണ്ട് അതിൽ ആനന്ദിനെ. ദേവിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ആനന്ദ് അറിഞ്ഞതിന് ശേഷം ദേവിയും ആനന്ദും തമ്മിൽ ഒരുപാട് വഴക്കുണ്ടാവുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇവരുടെ റൂമിൽ നിന്ന് വഴക്കും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ ഗോമതിയും ബാലനും ഒക്കെ ഇവരോട് ചോദിക്കും, എന്താ പ്രശ്നം, സത്യം പറയുന്നൊക്കെ പറയുമ്പോൾ അപ്പോഴൊക്കെയും ഈ ദേവി അവരോട് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താന്ന് വെച്ചാൽ, ഈ ആനന്ദേട്ടനെ എന്നെ സംശയമാണ്, എന്നെ സംശയിച്ച് സ്ഥിരം എന്നോട് വഴക്കിടുകയാണ്, ഓരോന്നും ഓരോ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് വല്ലാതെ എന്നെ ഉപദ്രവിക്കുന്നുണ്ട്, വഴക്കിടുന്നുണ്ട്, എന്നെ തല്ലാൻ വരുന്നുണ്ട്, അങ്ങനെ ആനന്ദാണ് ദേവിയെ ഉപദ്രവിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിക്കൊക്കെയാണ് ദേവി ഓരോ സമയത്തും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴൊക്കെയും ആനന്ദ് ഈ സത്യം തുറന്ന് പറയാനാവാതെ ഒരുപാട് ഇങ്ങനെ വിഷമിച്ച് അച്ഛൻ്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഒരുപാട് വഴക്ക് കേട്ടിട്ടുണ്ട്, ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട്, ഒരുപാട് കുറ്റപ്പെടുത്തലുകളും. വീട്ടിലുള്ള എല്ലാവരും ആനന്ദിനെ കുറ്റപ്പെടുത്തുമ്പോൾ ഒരു കുറ്റവാളിയെ പോലെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട് ആനന്ദിന്. ആനന്ദേട്ടന് വേറെ ഏതോ പെണ്ണുമായിട്ട് അഫെയർ ഉണ്ട് എന്ന് വരെ ദേവി പറഞ്ഞുണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും സത്യമല്ല, എസ്കേപ്പ് ആവാൻ വേണ്ടി വെറുതെ കുറ്റം മറ്റൊരാളുടെ തലയിൽ ഇടുകയാണ്. എന്നെ ഒഴിവാക്കാനായിട്ടാണ് ആനന്ദേട്ടൻ എന്നോട് സ്ഥിരം വഴക്കിടുന്നത് എന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയതിന് ശേഷവും ഇനിയും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ എൻ്റെ ക്യാരക്ടർ എൻ്റെ വീട്ടുകാരുടെ മുമ്പിൽ നശിച്ചു പോവുകയാണെന്ന് മനസ്സിലാക്കിയ ആനന്ദ് അവസാനമാണ് സത്യങ്ങളെല്ലാം വിളിച്ച് പറയുന്നത് കേട്ടോ. അതുവരെ ഈ ദേവി ചെയ്തു കൂട്ടിയ കാര്യങ്ങളും പറഞ്ഞു കൂട്ടിയ കള്ളങ്ങളും ആനന്ദിനെ അനാവശ്യമായിട്ട് കുറ്റപ്പെടുത്തിയതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ ആവശ്യമാണ്, ഡിവോഴ്സ് ചെയ്യേണ്ടത് തന്നെയാണെന്ന് നമുക്ക് തോന്നും. ആ ഒരു ഒറിജിനാലിറ്റി ആ ഒറിജിനൽ കഥയിൽ ഉണ്ടായിരുന്നു കേട്ടോ. ഇതിൽ പക്ഷെ ദേവിയെ പണ്ടേ നല്ലവളാക്കിയത് കൊണ്ട് ഇപ്പൊ ഈ ഡിവോഴ്സ് വരെ ഒന്നും പോകണ്ടായിരുന്നു എന്ന് നമുക്ക് തോന്നുകയാണ്. അങ്ങനെ എന്തായാലും ഇപ്പൊ ഡിവോഴ്സ് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞു. ഇനിയിപ്പോ ശ്രീകല നല്ല കലിപ്പിൽ ഉദയഭാനുവിനെ വിളിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവുകയാണ്. എന്നിട്ട് അവിടെ പോയി എൻ്റെ മോളെ രക്ഷിക്കണം, നിങ്ങളല്ലാതെ വേറെ ആരും ഞങ്ങൾക്കില്ല എന്നൊക്കെ പറയുമ്പോൾ എന്താ പ്രശ്നമെന്ന് പോലീസുകാർ ചോദിക്കും. അപ്പോൾ ശ്രീകല വായിൽ വന്ന കള്ളങ്ങളെല്ലാം വിളിച്ച് പറയാൻ പോവാണ്. ആ പയ്യനെ കുറിച്ചും അവരുടെ വീട്ടുകാരെ കുറിച്ചും ശരിക്കും അന്വേഷിക്കാതെയാണ് ഞങ്ങളുടെ മോളെ അങ്ങോട്ട് കല്യാണം കഴിപ്പിച്ച് അയച്ചത്. അവള് അവിടെ പോയ അന്ന് മുതൽ അവളെ സ്ത്രീധനം ചോദിച്ച് അവരൊക്കെ ചേർന്ന് പീഡിപ്പിക്കുകയായിരുന്നു. അവരൊക്കെ വല്ലാത്ത ദുഷ്ടന്മാരാണ്. ഞങ്ങളെ കൊണ്ട് ആവുന്ന അത്രയും അവർക്ക് സ്വർണ്ണമായിട്ടും പണമായിട്ടൊക്കെ കൊടുത്തു കഴിഞ്ഞു. അതും പോരാന്നും പറഞ്ഞ് സ്ഥിരമായിട്ട് ഞങ്ങളുടെ മോളെ പീഡിപ്പിക്കുകയായിരുന്നു. ഇപ്പോൾ നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിച്ച് വേറൊരു പെൺകുട്ടിയെ അവരുടെ മകനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് ഞങ്ങളുടെ മോളെ അവർ ഉപേക്ഷിച്ചത്. ഇപ്പൊ അവളെ അവളുടെ ഭർത്താവിനും വേണ്ട, ഭർത്താവിന്റെ വീട്ടുകാർക്കും വേണ്ട എന്നൊക്കെ പറയുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെ മോൾ
മോളുടെ ജീവിതം എന്താവും? അവൾക്ക് വേണ്ടി ഞങ്ങൾ രണ്ടുപേരും അവരോട് കരഞ്ഞു നോക്കി, കാല് പിടിച്ചു നോക്കി. ഞങ്ങളുടെ മോളും കുറെ കരഞ്ഞ് കാല് പിടിച്ചു. ഒന്നിലും അവർക്ക് മനസ്സലിവില്ല. അവർ വല്ലാത്ത ദുഷ്ടന്മാരാണ്. അവരുടെ വീടിന്റെ തൊട്ടടുത്ത് അവരുടെ റിലേറ്റീവ്സ് തന്നെയാണ് താമസിക്കുന്നത്. അവരോട് ചോദിച്ചാൽ മനസ്സിലാവും ഇവരുടെ സ്വഭാവം എന്താന്ന്. സ്വന്തക്കാർക്ക് പോലും അടുത്ത വീട്ടുകാർക്ക് പോലും വളരെ മോശം അഭിപ്രായമാണ് അവരെ കുറിച്ച് എന്നൊക്കെ ഇങ്ങനെ വിളിച്ച് പറയാണ് കേട്ടോ ശ്രീകല. അവസാനം കംപ്ലൈന്റ് ഒക്കെ ഇവരുടെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിയ ശേഷം ദേവിയുടെ കയ്യിൽ നിന്ന് ഒപ്പ് വാങ്ങിക്കാനായിട്ട് ദേവിയുടെ വീട്ടിലേക്ക് പോലീസ് കോൺസ്റ്റബിൾ വരുന്നുണ്ട്. ആ സമയത്താണ് ദേവിയുടെ മുമ്പിൽ പോയി ശ്രീകല ഒരുപാട് നാടകം കളിക്കുന്നത് കേട്ടോ. ദേവി ആദ്യം ഇതൊക്കെ കേൾക്കുമ്പോൾ സമ്മതിക്കില്ല, ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അവരെന്നോട് ഈ പറഞ്ഞ ക്രൂരതകൾ ഒന്നും ചെയ്തിട്ടില്ല. അവരെന്നെ ഒരു വാക്കുകൊണ്ട് പോലും ഇന്ന് വരെ നോവിച്ചിട്ടില്ല. എന്നെ സ്വന്തം മോളെ പോലെയാണ് ആ അച്ഛനും അമ്മയും കരുതിയിരുന്നത്. അവിടെ ഉള്ളതൊക്കെ എൻ്റെ സ്വന്തം അനിയന്മാരാ, എൻ്റെ സ്വന്തം അനിയത്തിമാരാ. അവർക്ക് എതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യില്ല, ഇതിനൊന്നും ഞാൻ കൂട്ടു നിൽക്കില്ല എന്നൊക്കെ ദേവി പറയുമ്പോൾ ശ്രീകല ദേവിയുടെ കാല് പിടിക്കാൻ പോവാണ് കേട്ടോ. ഇപ്പൊ പോലീസ് കോൺസ്റ്റബിൾ നിന്റെ കയ്യിൽ നിന്ന് സൈൻ വാങ്ങിക്കാൻ വരുമ്പോൾ അവരുടെ മുമ്പിൽ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞാൽ ഈ അമ്മയായിരിക്കും ജയിലിൽ പോകുന്നത്. നിനക്കൊരു ജീവിതം കിട്ടാൻ വേണ്ടി ഞാൻ ജയിലിൽ പോകാനും ഞാൻ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് ആനന്ദനെ നിനക്ക് തിരിച്ചു കിട്ടുമോ? ഇല്ലല്ലോ. ഇനി നിനക്ക് ആ കുടുംബത്തിലേക്ക് തിരിച്ചു പോകണമെങ്കിലോ ആനന്ദനെ നിനക്ക് തിരിച്ചു വേണമെങ്കിലോ ഞാൻ ഈ പറഞ്ഞ ഈ വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല ദേവി. ഈ കാര്യത്തിൽ നീ അമ്മയ്ക്ക് കൂട്ട് നിന്നേ പറ്റൂ. നീ വിചാരിച്ച പോലെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇത്. ഈ കംപ്ലൈന്റ് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ പോലീസുകാർ ദേവമംഗലത്ത് പോയി അവരെ ഒന്ന് പേടിപ്പിക്കും. ഇല്ലെങ്കിൽ പിന്നെ സ്റ്റേഷനിലേക്ക് അവരെ വിളിച്ചു വരുത്തി അവരെ ഒന്ന് പേടിപ്പിച്ചു വിടും. അത്രേ ഉണ്ടാവുള്ളൂ. പക്ഷെ ദേവമംഗലംകാര് അതിൽ പേടിച്ചിട്ട് നിന്നെ അവർ തിരിച്ചു വിളിച്ചുകൊണ്ട് പോകും എന്നൊക്കെ പറയുമ്പോൾ ദേവി തിരിച്ചു ചോദിക്കും, പോലീസിൽ പോയി കംപ്ലൈന്റ് കൊടുത്ത് അവരെയൊക്കെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതുകൊണ്ട് അവരെന്നോട് ക്ഷമിക്കുമോ? പിന്നെ അവർക്ക് ദേഷ്യം കൂടുതലേ ഉള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പോൾ അങ്ങനെയല്ല മോളെ, അവർ പേടിച്ചിട്ടാണെങ്കിലും നിന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോകും. നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ പറഞ്ഞ് അവരുടെയൊക്കെ മനസ്സ് മാറ്റിയാൽ മതി. എത്ര കാലം അവർ നിന്നോട് പിണങ്ങിയിരിക്കും? ഈ ഉണ്ടായ സംഭവങ്ങളൊക്കെ അവർ പെട്ടെന്ന് മറന്നോളും. പിന്നെ നീ അങ്ങോട്ട് പോയതിനു ശേഷം ഈ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നമുക്ക് 3 പേർക്കും കൂടെ അവരുടെ കാല് പിടിച്ച് മാപ്പ് പറയാം. അതോടുകൂടി എല്ലാം തീരും. പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിനക്ക് അവിടെ ധൈര്യമായിട്ട് താമസിക്കാം. ഇനിയിപ്പോൾ ഒരു കള്ളങ്ങളും ഒളിപ്പിച്ചു വെക്കാനില്ലല്ലോ. അങ്ങനെ ധൈര്യത്തോടെ നിനക്ക് ദേവമംഗലം വീട്ടിൽ താമസിക്കാൻ പറ്റും മോളെ. അമ്മ പറഞ്ഞതൊന്ന് കേക്ക് മോളെ എന്നൊക്കെ പറയുമ്പോൾ കള്ളങ്ങൾ തീർന്നോ? തീർന്നിട്ടില്ലല്ലോ അമ്മേ. 80 പവന്റെ സ്വർണ്ണമാണെന്നും പറഞ്ഞ് റോൾഡ് ഗോൾഡ് ഇരിക്കുകയല്ലേ ആ ലോക്കറിൽ. ആ കാര്യം ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. അതറിയുമ്പോൾ ഇനി അടുത്ത പ്രശ്നം എങ്ങനെയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ ദേവി പറയുമ്പോൾ അതൊന്നും നീ ഇപ്പൊ ആലോചിക്കണ്ട. നീ ഇപ്പൊ അമ്മ പറഞ്ഞതുപോലെ ആ പെറ്റീഷനും കൊണ്ട് പോലീസ് കോൺസ്റ്റബിൾ ഇവിടെ വരുമ്പോൾ അതിൽ ഒപ്പിട്ട് കൊടുക്കണം. അയാൾ എന്തെങ്കിലും ചോദിച്ചാൽ അതേന്ന് തലയാട്ടണം. അത് മാത്രം നീ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ദേവിയെ ഒരുവിധം പറഞ്ഞ് സമാധാനിപ്പിച്ച ശേഷം ആ പോലീസ് കോൺസ്റ്റബിൾ അവിടെ എത്തുകയാണ് കേട്ടോ. അങ്ങനെ കോൺസ്റ്റബിൾ ദേവിയോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇവർ പറഞ്ഞതൊക്കെ ശരിയാണോ? സ്ത്രീധനം ചോദിച്ച് അവരെ പീഡിപ്പിച്ചിരുന്നോ ചോദിക്കുമ്പോൾ ദേവി എന്ന് പറഞ്ഞ് അമ്മയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതേ പറയടി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകൾ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നതുകൊണ്ട് ദേവി അതെ എന്ന് പറയാണ്. അങ്ങനെ അവർ പീഡിപ്പിച്ചിരുന്നോ? അവർ തല്ലിയോ? അമ്മായിച്ചൻ തല്ലിയോ? അമ്മായിയമ്മ തല്ലിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എല്ലാത്തിനും സ്ത്രീകളുടെ മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ട് ദേവി അതെ എന്ന് പറയാണ് കേട്ടോ. അവസാനം ആ പെറ്റീഷനിൽ ഒപ്പിടാൻ പറയുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് ദേവി കരയുന്നൊക്കെ ഉണ്ട്. അവള് വിഷമം കൊണ്ടാണ് കരയുന്നത്. ഒപ്പിടും മോളെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ ഈ കോൺസ്റ്റബിളിന്റെ മുമ്പിൽ വെച്ച് സ്ത്രീകളെ പറയുന്നതുകൊണ്ട് വേറെ വഴിയൊന്നും ഇല്ലാതെ ദേവി അതിലേക്ക് ഒപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാണ് പോലീസ് 2 ടീമായിട്ട് തിരിഞ്ഞിട്ട് ഒരു ടീം ദേവമംഗലം വീട്ടിലേക്കും ഒരു ടീം ഗോമതി സ്റ്റോഴ്സിലേക്കും പോകുന്നത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ വെച്ച് വലിയൊരു സീൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്. അതൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.